കൊണ്ടുപോയ കട്ടിൽ തിരിച്ചു പോന്നില്ലേ? കട്ടിലിൽ വിരിച്ചിരിക്കുന്ന പുതപ്പ് തിരിച്ചു പോന്നില്ലേ? ആ കട്ടിലിന്റെ കൂടെ എന്തൊക്കെയുണ്ടോ എല്ലാം തിരിച്ചു പോന്നു. അന്ന് നിന്റെ കൂടെ ഖബറിലേക്ക് കൂടെ വന്നത് സഹോദരാ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ അവ്വലി മലക്കിൻ യദ്ഖുലുൽ ഖബ്റ. ഖബറിൽ അടക്കം ചെയ്ത് എല്ലാവരും പിരിഞ്ഞു പോന്നാൽ ഈ ഖബറിലേക്ക് ആദ്യം വരുന്ന മലക്കാരാണ്. തങ്ങളൊന്ന് പറയുമോ? ഹബീബായ തങ്ങൾ പറയുന്നു, ഖുർആനിലെ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അപ്പുറം ഒരു മറഞ്ഞ ലോകമുണ്ട്, പുനരുദ്ധാരണ ദിവസം വരെ ഒരു ബർസഖി ലോകമുണ്ട്. ആ ബർസഖി ലോകത്താണ് ഈ ഖബറിലേക്ക് ആദ്യം വരുന്ന മലക്കാരാ. തങ്ങളൊന്ന് പറയുമോ? മഹാനരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇബ്നു മസ്ഊദ്, ഒരാളും ഇന്ന് വരെ എന്നോടത് ചോദിച്ചിട്ടില്ല. അൻത അവ്വലു മൻ സഅലനി, ആദ്യം ആ ചോദ്യം ചോദിച്ചത് നിങ്ങളാണ്. ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാം എന്ന് കരുതി ഞാൻ മാറ്റിവെച്ച വഹിയാണ്. നിനക്കറിയുമോ, ഖബറിലേക്ക് ആദ്യം വരുന്ന മലക്ക് മുൻകറല്ല, നക്കീറല്ല, മറിച്ച് റൗമാൻ എന്ന മലക്കാണ് വരുന്നത്. ആ മലക്കിന്റെ വാസസ്ഥലം തന്നെ ഭൂമിക്കടിയിലാണ്. എത്രയോ താഴേക്ക് ഭൂമി കുഴിച്ചാൽ ഭൂമിക്കടിയിൽ പല ജീവികളെയും നാം കാണാറുണ്ട്. ഇങ്ങനെ ഭൂമിയുടെ അടിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മലക്കാണ് റൗമാൻ. മലക്കിന്റെ സ്പീഡ് അറിയുമല്ലോ. ഈ ദുനിയാവ് മുഴുവനും ചുറ്റിക്കറങ്ങാൻ ശാസ്ത്രം പറയുന്നതനുസരിച്ച് ഒരു മലക്കിന് ഒരു സെക്കൻഡ് വേണ്ട. ഈ ലോകത്ത് ഏറ്റവും വേഗത കൂടിയ സാധനം പ്രകാശമാണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ്. ഈ ഭൂമി മൊത്തം കറങ്ങാൻ